أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. صدق الله العلي العظيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين آمين برحمتك يا أرحم الراحمين. മർഹമത്തിന്റെയും മഗ്ഫിറത്തിന്റെയും എല്ലാ വാതിലുകളും തുറന്നു വെച്ച ഒരു മാസം പരിശുദ്ധ റമദാൻ. പരിശുദ്ധ റമദാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി നമ്മളിലേക്ക് വന്നെത്തുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ റമദാനിനെ നമുക്ക് എത്തിച്ചു തരുവാൻ, ആ റമദാനിലേക്ക് നമ്മെ എത്തിക്കുവാൻ, ആ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉൾക്കൊള്ളുവാൻ, ആ റമദാനിനെ അതിന്റെ എല്ലാ ഭംഗിയോടും കൂടി അനുഭവിക്കുവാൻ, അതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പടച്ചറബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവിടെ മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത്. ആ അർത്ഥത്തിൽ പരിശുദ്ധ റമദാനിലേക്ക് നമ്മെ ഓരോരുത്തരെയും അല്ലാഹു തആല എത്തിക്കുമാറാവട്ടെ. അതിന്റെ അനുഗ്രഹങ്ങൾ നുണയുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ റമദാനിൽ ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഒരുക്കങ്ങളായിരുന്നു, ഒരുപാട് തയ്യാറെടുപ്പുകളായിരുന്നു. റമദാൻ മാസത്തിൽ പല സംഗതികളും നേടിക്കൊണ്ടാണ് നമ്മൾ ശവ്വാൽ ഒന്നിലേക്ക് കടന്നത്. ശവ്വാൽ ഒന്നിൽ നിന്ന് അങ്ങനെ പോയപ്പം പിന്നെയും എന്താണ്, മനുഷ്യരാണ്. അപ്പൊ മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മളിൽ കടന്നുകൂടിയിട്ടുണ്ട്. വലിയ വലിയ പാപങ്ങളൊന്നും ആയിരിക്കില്ല, എങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ, അത് ചിലപ്പം നമ്മളിൽ ഉണ്ടാകുന്ന കുശുമ്പായിരിക്കും, അസൂയയായിരിക്കും, അതുമല്ലെങ്കിൽ ആരുമില്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളായിരിക്കും, നമ്മുടെ മനസ്സിന്റെ പല വിചാരങ്ങളായിരിക്കും, ചിലപ്പം കിബിറായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള നമുക്ക് ചെറുതാണ് എന്ന് തോന്നുന്ന പല സംഗതികളും നമ്മുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൻ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ആശ്വാസമാണെങ്കിലും ചെറിയ പാപങ്ങൾ അധികരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ചെറിയ പാപങ്ങൾ അധികരിക്കുമ്പോൾ എന്താവും, അത് വലിയ വിഷമുള്ള ഒരു പാമ്പായിട്ട് മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ പറയുന്ന തെറ്റുകളെ, കുറ്റങ്ങൾ, അതായത് കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മുതൽ ഇങ്ങോട്ട് വന്നപ്പോ എന്തായി, നമ്മളടുത്ത് ഇതൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വന്ന് നമ്മൾ പോലും അറിയാതെ എന്താണ് നമ്മളടുത്ത് വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും. അപ്പൊ ഈ ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ ആകെ കൂടിയിട്ട് ഒരു വൃത്തികേടായി മലിനമായിട്ടൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. യഥാർത്ഥത്തില് ഇതിനൊക്കെ കഴുകി ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് റമദാൻ മാസത്തിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റമദാൻ ആ ഒരു പേര് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ റമദാൻ എന്ന പേരിന്റെ ഒരു അർത്ഥം തന്നെ കരിച്ചു കളയുന്നത് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നമാ സുമ്മിയ റമദാനുലി അന്നഹു യർമുദുദ്ദുനൂബ്. അതായത് അതിന് പേര് വെക്കപ്പെട്ടിരിക്കുന്നത് തന്നെ പാപങ്ങൾ കരിച്ചു കളയുന്നത് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും ആദ്യത്തെ നീയത്ത്, അല്ലെങ്കിൽ ആദ്യത്തെ നമുക്ക് ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് നമുക്ക്. അതില് ഏറ്റവും ആദ്യം നമ്മൾ രേഖപ്പെടുത്തണം എന്ത്, നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് പാപമോചനം തേടും എന്നുള്ളത്. അത് ആദ്യം നമ്മൾ എഴുതി വെക്കണം. അതായത് നമ്മുടെ കുറെ ലക്ഷ്യങ്ങളും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തായി പോകരുത്, റമദാൻ മാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ള ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ തൗബ എന്ന് പറയുന്നതിനെ നമ്മൾ വിട്ടുപോകരുത്. പ്രാർത്ഥനകളുടെ ഒക്കെ ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇന്ന് പ്രാർത്ഥിക്കണം, ഇന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ വേണമെന്നൊക്കെ. ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നമ്മൾ എന്താണ്, നിരന്തരം രാവും പകലും നിരന്തരം നമ്മളിൽ എന്തുണ്ടായിരിക്കണം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ തൗബ ചെയ്യുക, അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന ഒരു ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം.
കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു, ഞാൻ ആ ഹദീസ് ഒന്ന് വായിക്കാം. എല്ലാവരും മിമ്പറിന്റെ അരികിൽ വരിൻ. ഞങ്ങളെല്ലാം അവിടുന്ന് സന്നിഹിതരായി. മിമ്പറിന്റെ ആദ്യ പടി കയറിക്കൊണ്ട് അവിടുന്ന് ആമീൻ പറഞ്ഞു. രണ്ടാമത്തെ പടി കയറിയപ്പോഴും ആമീൻ പറഞ്ഞു. മൂന്നാമത്തെ പടി കയറിയപ്പോഴും അവിടുന്ന് ആമീൻ പറഞ്ഞു. ഖുതുബ നിർവഹിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത ചിലത് ഇന്ന് ഞങ്ങൾ താങ്കളിൽ നിന്ന് കേട്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മിമ്പറിന്റെ ഒന്നാം പടി കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് പ്രത്യക്ഷനായി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് കേട്ടു. അതിൽ ഒന്നാമത്തെ പ്രാർത്ഥന എന്താണെന്നറിയോ? റമദാൻ വന്നു കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ നശിച്ചു പോവട്ടെ. ഇത് പ്രാർത്ഥിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ആണ്. അതിന് ആമീൻ പറയുന്നത് ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അപ്പോൾ ഞാൻ ആമീൻ, അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞു. രണ്ടാം പടി കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, പ്രവാചകരെ, താങ്കളുടെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചെല്ലാത്തവനുണ്ട് എങ്കിൽ അവൻ നശിച്ചു പോവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ആമീൻ. മൂന്നാമത്തെ പടി കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ അവരിൽ ഒരാളോ രണ്ടുപേരോ ഒപ്പമുണ്ടായിട്ടും അവർ കാരണം സ്വർഗത്തിലെത്താൻ കഴിയാത്തവൻ നശിച്ചു പോകട്ടെ. അപ്പോഴും ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. ഇത് ആര് തമ്മിലാണ് ഈ പ്രാർത്ഥനയും പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന മറുപ്രാർത്ഥനയും നടക്കുന്നത്? സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള രണ്ടുപേരാണ്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാമും അന്ത്യപ്രവാചകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള പ്രാർത്ഥനയും ആമീൻ. അതായത് അതില് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ഒരു ശാപ പ്രാർത്ഥനയാണ്. മൂന്ന് കൂട്ടരെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിലേക്ക് എത്താൻ പോകുന്നത്. അതായത് റമദാൻ മാസത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിട്ടും, അല്ലെങ്കിൽ റമദാൻ മുഴുവൻ തീർന്നിട്ടും എന്തായിട്ടില്ല, പാപങ്ങൾ പൊറുക്കപ്പെടാൻ അല്ലെങ്കിൽ അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്നുള്ളതാണ്. ജിബ്രീൽ വേറൊരു റിപ്പോർട്ടിൽ പറയുന്നത്, ജിബ്രീൽ അലൈഹി സ്വലാം എന്നെ വിളിച്ചു, അല്ലയോ മുഹമ്മദ്. ഞാൻ പറഞ്ഞു, ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു, പറഞ്ഞാലും. അദ്ദേഹം പ്രാർത്ഥിച്ചു, ഒരാൾക്ക് റമദാൻ വന്നു കിട്ടി. അങ്ങനെ അയാൾ പകൽ നോമ്പെടുക്കുകയും രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്തു. എന്നിട്ടും പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ നരകത്തിൽ എത്തിച്ചേർന്നു. നമ്മൾ മനസ്സിലാക്കണം, അയാള് പകല് നോമ്പെടുക്കുന്നുണ്ടായിരുന്നു, രാത്രി നമസ്കരിക്കുന്നുണ്ടായിരുന്നു. അതായത് നമസ്കാരത്തിനൊക്കെയുള്ള എല്ലാ സന്ദർഭങ്ങളും അയാള് ഓടി ഓടി അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടിരുന്നില്ല, പാപങ്ങളൊന്നും പൊറുക്കാനുള്ള പണികളൊന്നും ചെയ്തിട്ടില്ല. അപ്പോ അങ്ങനെ നരകത്തിൽ എത്തിച്ചേർന്നു എങ്കിൽ അയാളെ അള്ളാഹു തന്റെ കാരുണ്യത്തിൽ നിന്ന് ബഹുദൂരം അകറ്റിക്കളയട്ടെ. തുടർന്ന് ജിബ്രീൽ എന്നോട് ആമീൻ പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. അപ്പൊ ഇത് അതിഗുരുതരമായിട്ടുള്ള ഒരു സംഗതിയാണ്. പലപ്പോഴും നമ്മളിൽ സംഭവിക്കാൻ ഇടയുള്ള, അതായത് മറന്നു പോകുന്ന ഒരു സംഗതി. ഏത്? നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ഖുർആൻ പാരായണം ഉണ്ടാവും, ഒരുപാട് നമസ്കാരങ്ങൾ ഉണ്ടാവും, തറാവീഹിന് വേണ്ടിയിട്ട് നമ്മൾ ഓടിപ്പണച്ച് പോകുന്നുണ്ടാവും. പള്ളിയിലായിരിക്കും, അല്ലെങ്കിൽ വീടുകളിൽ നമ്മൾ അതിനു വേണ്ടി കൂടുന്നുണ്ടാവും. ആ സമയങ്ങളിൽ നമ്മളടുത്ത് നിന്ന് വിട്ടുപോകുന്ന ഒരു കാര്യമാണ് എന്ത്? നമ്മുടെ പാപങ്ങളെ, നമ്മുടെ തെറ്റുകളെ, നമ്മുടെ കുറ്റങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടുക എന്നുള്ളത്. അത് അതിപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റേ രണ്ട് കാര്യങ്ങളും ഞാനിവിടെ പറയാത്തത്, നമ്മളിപ്പം ഏറ്റവും നമുക്ക് അടുത്ത് നിൽക്കുന്ന ഒരു വിഷയം റമദാനിലുള്ള പാപമോചന പ്രാർത്ഥന ആയതുകൊണ്ടാണ്. അതിനെ തുടർന്നുള്ള രണ്ട് വിഷയവും വളരെ അതീവ ഗുരുതരമായിട്ടുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അതായത് റസൂലിന്റെ പേര് കേൾക്കുമ്പോ എപ്പോഴും നമ്മള് വലിച്ചു നമ്മളെ സ്വലാത്ത് ചെല്ലണത് നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. എനിക്ക് ഇപ്പൊ പറയണമെന്നുണ്ടായി. അതാണ് ഹദീസിൽ പറഞ്ഞത്. റസൂലിന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്നതാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക. നമ്മളത് ഒച്ചത്തിൽ പറയണം എന്നൊന്നുമില്ല. നമ്മൾ എന്താക്കുക, എപ്പോ റസൂലിന്റെ പേര് കേൾക്കുമ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയുക. റസൂലിന്റെ പേര് നമ്മൾ പറയുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയുക, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുക, അള്ളാഹു തആലയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആ സ്നേഹം എവിടുന്നാ തുടങ്ങേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അല്ലെ? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ എന്നെ സ്നേഹിക്കുവിൻ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ് ഏത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജനങ്ങളിൽ ഏറ്റവും ലുബ്ധൻ എന്ന് പറയുന്നത് എന്റെ പേര് കേൾക്കുമ്പോൾ സലാത്തു ചൊല്ലാത്തവനാണ് എന്ന്. ജനങ്ങളിൽ ഏറ്റവും ലുബ്ധൻ, ലുബ്ധൻ എന്ന് പറഞ്ഞാൽ പിശുക്കൻ ആരാണെന്ന് വെച്ചാല് എന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് ചെല്ലാത്തവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോ ആരും എന്താ വേണ്ട, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ ആരും മടിക്കണ്ട. നമ്മളത് കുറച്ച് ഒച്ചത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല, ഇനി നമ്മളത് പതുക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പറയാൻ നമ്മൾ എന്താക്കണം, ആ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന നടത്താൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതൊരു ഗുരുതരമാണ്. അതായത് അത് നമ്മുടെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തോടു കൂടി തന്നെ നമ്മൾ എന്താക്കണം, അതിനെ മനസ്സിലാക്കണം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നമ്മൾ എന്താക്കുകയാണ്, ഈ ലോകത്ത് അതിങ്ങനെ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു സംഗതിയാണ്, മാതാപിതാക്കൾ ജീവിച്ചിട്ടുണ്ടായിരിക്കെ സ്വർഗം നേടാൻ പറ്റാത്തവർ. ഇല്ലേ? മാതാപിതാക്കളോടുള്ള ബാധ്യത എന്താണ് എന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അവരാണ് നിന്റെ സ്വർഗം, അവരാണ് നിന്റെ നരകം. അപ്പൊ നമ്മുടെ കൂടെ പലപ്പോഴും പലരും പറയാറുണ്ട്, ഉമ്മാനെ നോക്കുന്നതും ഉപ്പാനെ നോക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ കിടപ്പിലായിട്ടുള്ള മാതാപിതാക്കൾ കാരണം പലപ്പോഴും ക്ലാസ്സിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഖുർആൻ പാരായണം നടക്കാത്തത്, അല്ലെങ്കിൽ പഠനം നടക്കാത്ത കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആ സമയത്ത് ചെയ്യുന്നത് എന്ന ഒരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി. അതായത് ഉമ്മാനെ നോക്കുക എന്നുള്ളത് ഖുർആൻ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ഖുർആൻ പറഞ്ഞ സംഗതി നമ്മൾ പ്രാവർത്തികമാക്കുകയാണ് ഉമ്മ ഉപ്പാനൊക്കെ നമ്മൾ പരിചരിക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ അത് അവര് നമ്മുടെ അടുത്ത് ജീവിച്ചിരിപ്പുണ്ട്, അത് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കേ അവർ നമ്മുടെ അടുത്ത് ജീവിച്ചിരിപ്പുണ്ട്, നമുക്ക് അവരെ പരിചരിക്കാൻ അല്ലെങ്കിൽ അവരോട് പരിഗണിക്കാൻ അല്ലെങ്കിൽ അവരോട് സ്നേഹത്തോടെ നമുക്ക് ഇടപെടാനൊന്നും പറ്റുന്നില്ല എങ്കിൽ അവരെ എന്താണ്, ജിബ്രീൽ അലൈഹിസ്സലാം ശപിക്കുകയാണ്. അതിനുള്ള ആമീൻ എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറു പ്രാർത്ഥന നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വിഷയം എന്നുള്ളത് റമദാനും ഇസ്തിഗ്ഫാറുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവും അവന്റെ അടിയാറുകളും, അതായത് അള്ളാഹുവും നമ്മളും തമ്മിൽ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമ്പോഴാണ്. അതായത് നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുമ്പോഴാണ്. ഇസ്തിഗ്ഫാർ ആണ് ശരിക്കും അള്ളാഹുവിലേക്കുള്ള പടി എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കണോ എങ്കിൽ നമ്മൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ, നമ്മളെ അടുത്തുനിന്ന് വന്നിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകളൊക്കെ നമ്മളൊന്ന് ഏറ്റു പറഞ്ഞു നോക്കിയാട്ടെ. നമ്മൾ അറിയാതെ നമ്മൾ കണ്ണുകൾ നിറയും. കാരണം അന്നേരം നമുക്ക് അനുഭവപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ പടച്ചവന്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും നമ്മളെ അതുപോലെ തന്നെ പിന്നെയും പിന്നെയും എന്താണ് നിർത്തുന്നത് ആ റബ്ബാണ്. ആ റബ്ബിന്റെ ഒരു കാരുണ്യമാണ് അവിടെ കാണുന്നത്. ആ റബ്ബിന്റെ കാരുണ്യം അവിടെ, അല്ലെ? നമ്മളിപ്പോ നമ്മുടെ പിന്നെ മനുഷ്യ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തോരം പാടാണ് അവരോടൊന്ന് പുറത്തു കൊടുക്കാൻ, അല്ലെ? നമ്മൾ ചിലപ്പം മുഖം കൂർപ്പിച്ചിരിക്കും, അവരോട് നമ്മൾ മിണ്ടാതെ മാറി നടക്കും, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ സംഭവിക്കും. നമ്മുടെ മക്കളാവട്ടെ അല്ലെങ്കിൽ മക്കൾ തമ്മിലാവട്ടെ നമ്മുടെ സഹോദരിമാരാവട്ടെ ഒക്കെ നമ്മൾ എന്താണ്, നമ്മൾ മിണ്ടൂല. അതായത് അല്ലെങ്കിൽ നമ്മൾ അവരോട് മനസ്സിൽ വെറുപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിൽ എന്താണ് വെറുപ്പ് അല്ലെങ്കിൽ അസ്വസ്ഥതകളൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് അള്ളാഹുവിന് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അറിയാം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചവൻ അറിയാം. എന്നിട്ടും പഠിച്ചവൻ എന്താണ്, നമ്മളെ പിന്നെയും പിന്നെയും പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യാന്നറിയോ? നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ തെറ്റുകൾ നമ്മൾ ഏറ്റു പറയുമ്പോഴാണ് നമുക്ക് ആ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഫീൽ ചെയ്യാം നമുക്ക്. അതായത് നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുന്നത് എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് കൈയും നീട്ടി അതീവ സ്നേഹത്തോടു കൂടി അതീവ വാത്സല്യത്തോടു കൂടി നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന ഒരു പടച്ചോനുണ്ട്.
ഒരല്ലാഹു ഉണ്ട് എന്നത് തന്നെ നമുക്ക് എത്ര വലിയ ആശ്വാസമാണ് അല്ലേ? നമ്മളെ സ്വീകരിക്കാൻ ആരും സ്വീകരിക്കൂല. അങ്ങനെ ഒരു മനുഷ്യനും നമ്മളെങ്ങനെ ഞാൻ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ എന്റെ ഭർത്താവ് അറിയുകയാണ് എങ്കിൽ, എന്റെ മക്കൾ അറിയുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ എന്റെ സൗഹൃദങ്ങൾ അറിയുകയാണ് എങ്കിൽ സ്വീകരിക്കൂല. എന്റെ പടച്ചവൻ മാത്രമേ അങ്ങനെ എന്നെ സ്വീകരിക്കുകയുള്ളൂ. നമ്മളെ ഓരോരുത്തരെയും സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ സ്വീകരിക്കാൻ നമുക്കൊരു പടച്ചോനുണ്ട് എന്നത് തന്നെ നമുക്ക് വലിയ ഒരു ആശ്വാസമാണ്. അപ്പൊ ആ തരത്തിൽ വേണം നമ്മൾ നമ്മുടെ റബ്ബിനെ തിരിച്ചറിയാൻ. ആ തരത്തിൽ വേണം നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലാൻ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം റമദാനിൽ രാത്രിയിലെ ആദ്യത്തെ മൂന്നിലൊന്ന് പിന്നിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവസാനത്തെ മൂന്നിലൊന്ന് കഴിഞ്ഞാൽ, വാനലോകത്ത് നിന്നും ഒരു വിളിയാളൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ചോദിക്കുന്നവരുണ്ടോ അവർക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. പാപമോചന പ്രാർത്ഥന നടത്തുന്നവരുണ്ടോ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. പശ്ചാത്തപിച്ചു മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ഇങ്ങനെ അള്ളാഹു തന്റെ അടിമകളെ എന്താണ് കാത്തു നിൽക്കുകയാണ്, തന്റെ രണ്ട് കൈകളും നീട്ടിക്കൊണ്ട്. അതായത് നമ്മൾ തെറ്റ് ചെയ്യുക എന്നതിന്റെ അപ്പുറത്തേക്ക് ആ തെറ്റ് തിരിച്ചറിഞ്ഞ് റബ്ബിലേക്ക് മടങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മളും ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ തെറ്റ് ചെയ്തു, അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്താക്കുക? അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിന്റെ അടിമകളും, അതായത് അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹത്തെ, അല്ലെങ്കിൽ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹുവിന് നമ്മളോട് എത്രത്തോളം സ്നേഹമാണ്, എത്രത്തോളം സന്തോഷമാണ് എന്നുള്ളതിന് ഒരു കഥയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അതായത് മരുഭൂമിയിലൂടെ തന്റെ എല്ലാ ഭാണ്ഡക്കെട്ടുകളും എടുത്തിട്ട് ഒരു ആള് യാത്ര ചെയ്യാണ്. ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. ഒട്ടകപ്പുറത്താണ് തന്റെ എല്ലാ സാധന സാമഗ്രികളും ഉള്ളത്. വെള്ളവും ഭക്ഷണവും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഒട്ടകപ്പുറത്താണ്. അങ്ങനെ ഒട്ടകപ്പുറത്ത് അങ്ങനെ യാത്രയാണ്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അറ്റമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോ ഇറങ്ങി ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എഴുന്നേറ്റപ്പോ ഒട്ടകത്തെ കാണാനില്ല. ഒട്ടകത്തെ കാണാനില്ല എന്ന് പറയുമ്പോ ഒട്ടകത്തിന്റെ പുറത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധന സാമഗ്രികളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒന്നും കാണാനില്ല. ആകെ കൂടി വെപ്രാളം പിടിച്ച് എല്ലായിടത്തും നോക്കി. നമ്മളൊന്ന് നമ്മളെ വെച്ച് നോക്കുക, ആ പറയുന്ന ആളുടെ സ്ഥലത്ത് നമ്മളെ ഒന്ന് നമ്മൾ സങ്കല്പിച്ചു നോക്കുക. അപ്പൊ നമ്മൾ എന്താണ്, നമുക്ക് തിരയാനുള്ളിടത്തൊക്കെ തിരയും. അങ്ങനെ അദ്ദേഹം എല്ലായിടങ്ങളിലും തിരഞ്ഞു. എവിടെ തിരയാനാണ്? എങ്ങനെ നോക്കിയാലും അറ്റം വരെ കാണുന്ന ഒരിടമാണ് മരുഭൂമി എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ തന്റെ ഒട്ടകത്തെ കാണുന്നില്ല, തനിക്കുള്ള ഭക്ഷണമില്ല, വെള്ളമില്ല. അങ്ങനെ ക്ഷീണിച്ചിട്ട് പിന്നെ എന്താണ്, ഉറങ്ങിപ്പോയി. രണ്ടാമത് ഉറക്കത്തുനിന്ന് ഞെട്ടിയപ്പോ ഈ ഒട്ടകത്തെ തിരിച്ച് കാണുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അദ്ദേഹം സന്തോഷം കൊണ്ട് ഒരു വർത്തമാനം പറയുന്നുണ്ട്. അതായത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ്. ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനമാണ്, അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക് എന്ന് പറഞ്ഞാല്, അള്ളാഹുവേ നീ എന്റെ അടിമയാകുന്നു, ഞാൻ നിന്റെ റബ്ബാകുന്നു. അതായത് സന്തോഷം കൊണ്ട് പറഞ്ഞപ്പോ നാവ് എന്താണ്, സ്ലിപ്പായി പോയതാണ്. യഥാർത്ഥത്തിൽ അവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ അൻത റബ്ബീ വ അന അബ്ദിക്, ഞാൻ നിന്റെ അടിമയാകുന്നു. പക്ഷേ നീ എന്റെ റബ്ബാകുന്നു, ഞാൻ നിന്റെ അടിമയാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ സന്തോഷം കൊണ്ട് എന്തായി, സ്ലിപ്പായി പോയി. നാവ് സ്ലിപ്പായി പോയിട്ട് പറഞ്ഞത് അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക്. ആ പറയുന്ന ആൾക്ക്, അല്ലെങ്കിൽ ആ സമയത്ത് അയാൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ മടങ്ങാണ് അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുമ്പോ, ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുമ്പോ അള്ളാഹുവിനുള്ളത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരു കഥയിലൂടെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ പടച്ചോന് നമ്മളോട് എപ്പോഴും കാരുണ്യമാണ്. അതുകൊണ്ടാണ് ഈ റഹ്മത്തും മഗ്ഫിറത്തും എപ്പോഴും ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഗഫൂറും റഹീമും അടുത്തടുത്താണ് നമുക്ക് കാണാൻ പറ്റുക. ഗഫൂറും റഹീമും അടുത്തടുത്താണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളിലേക്ക് വരുന്നത്, ഇല്ലേ? മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്തിഗ്ഫാർ ആണ്. ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റഹ്മത്ത് കിട്ടും. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോഴും ഇസ്തിഗ്ഫാർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് റഹ്മത്ത് ഇറങ്ങുന്നത്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാലത്തിൻ സുമ്മ
താബ മിൻ ബഅദിഹി വഅസ്ലഹ ഫഇന്നഹു ഗഫൂറുർ റഹീം. അതായത് കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ, നിങ്ങളുടെ നാഥൻ കാരുണ്യം തന്റെ ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു. അതായത് നമുക്ക് കാരുണ്യം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൽ ഒരു നിർബന്ധം പോലെ വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിൽ ഉണ്ട്. അതായത് നമ്മൾ പഠിച്ചവനോട് റഹ്മത്തിനെ പറ്റി ഇങ്ങനെ ചോദിക്കും, അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. റബ്ബേ, നിന്റെ റഹ്മത്തില്ല എങ്കിൽ എനിക്കും എന്റെ വീടിനും അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനും ജീവിക്കാൻ തന്നെ പറ്റൂല പഠിച്ചോനെ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റഹ്മത്തിന് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ തൊട്ടു മുന്നേ നമ്മൾ എന്താക്കുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അതായത് നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്ക് തെറ്റ് പറ്റും, അതിൽ സംശയമൊന്നും വേണ്ട. തെറ്റ് പറ്റാത്ത മനുഷ്യരൊന്നും ഇല്ല. കാരണം അത് തെറ്റ് പറ്റുന്നത് കൊണ്ടാണ് പടച്ചോൻ എന്ത് നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നത്, ഇസ്തിഗ്ഫാർ നിശ്ചയിച്ചു തന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരർത്ഥത്തിൽ എന്താണ്, മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആ തെറ്റുകുറ്റങ്ങളൊക്കെയും എന്താണ്, നമുക്ക് പുറത്തു തരാൻ തയ്യാറായിട്ടാണ് നമ്മുടെ റബ്ബ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് തെറ്റുകൾ ചെയ്യുമ്പോൾ, തെറ്റുകൾ നമ്മളെടുത്ത് നിന്ന് അധികരിക്കുമ്പോൾ നമ്മൾ അതിൽ തന്നെ അങ്ങനെ തങ്ങി നിൽക്കാതെ, അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്തല്ലോ, ഇനിയിപ്പോ എന്തായാലും ചെയ്തു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ഒന്നുകൂടെ ചെയ്യാ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ആ തെറ്റിൽ അങ്ങനെ കുറ്റബോധം കൊണ്ട് നീറി നീറി നിൽക്കുന്നതിന് പകരം എപ്പോഴാണോ നമ്മൾ അത് തിരിച്ചറിയുന്നത്, എന്റെ അടുത്ത് നിന്ന് ഒരു ജഹാലത്ത് സംഭവിച്ചു പോയി എന്ന് നമ്മൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത്, ആ സമയം നമ്മൾ എന്താക്കുക, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, നമ്മളെക്കാൾ കൂടുതൽ പടച്ചവന് നമ്മളെ കുറിച്ചിട്ട് അറിയാം. തെറ്റുകൾ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. റബ്ബ് ആകെ കൂടി നോക്കുന്ന സംഗതി എന്താണ്, അവൻ തെറ്റ് ചെയ്തോ എന്നുള്ളതല്ല, തെറ്റ് ചെയ്തതിന് ശേഷം അവൻ അത് തിരിച്ചറിഞ്ഞു, ഞാൻ തെറ്റാണ് ചെയ്തത് എന്ന്. അത് ചെറിയതാവട്ടെ വലിയതാവട്ടെ, ആ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ റബ്ബിലേക്ക് മടങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ റബ്ബ് നോക്കുന്നത്. നമ്മൾ മടങ്ങിയോ, പഠിച്ചോ നമുക്ക് പുറത്തരും എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിയോ, അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തോ, അള്ളാഹുവിനോട് നമ്മൾ തൗബ എന്ന് പറഞ്ഞാൽ തന്നെ മടക്കം എന്നാണ്. നമ്മൾ തൗബ ചെയ്തോ, അള്ളാഹു നമ്മുടെ പാപമോചന പ്രാർത്ഥന സ്വീകരിക്കും. അള്ളാഹു അത് സ്വീകരിക്കുമെന്ന് മാത്രമല്ല, ആ തെറ്റിനെ നന്മകളാക്കി മാറ്റുകയും ചെയ്യും. അള്ളാഹു താല, ഞാൻ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, സൂറത്തു ആലിമ്രാനിലുള്ള ഒരു ആയത്താണ്, 135-ാമത്തെ ആയത്താണ്. അപ്പോ അള്ളാഹു താല അതിൽ പറഞ്ഞിരിക്കുന്നത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം. അതിലൊരു വാക്കുണ്ട്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ച, അല്ലെങ്കിൽ അത് ഓതുമ്പോ തന്നെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷ വരുന്ന ഒരു ആയത്താണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ഇതിനേക്കാൾ എന്ത് കാരുണ്യമാണ് നമ്മുടെ റബ്ബ് നമ്മളോട് ചെയ്യേണ്ടത്. അവർ ഒരു മ്ലേച്ഛ കൃത്യം ചെയ്യാനോ അധർമ്മത്തിൽ ഏർപ്പെട്ട് തങ്ങളെ തന്നെ അതിക്രമിക്കാനോ ഇടയായാൽ ഉടനെ അള്ളാഹുവിനെ ഓർക്കുകയും പാപമോചനം തേടുകയും ചെയ്യുന്നു. പാപം പൊറുക്കാൻ അല്ലാഹുവല്ലാതെ ആരുണ്ട്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹ് ചോദിക്കുകയാണ് നമ്മളോട്. ഈ ചോദ്യം എങ്ങനെ ആയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയാട്ടെ. ഈ ചോദ്യം ചോദിക്കുന്ന ഞാനാണിത് ഓതുന്നെങ്കിൽ എന്നോട് വന്നിട്ട് എന്റെ റബ്ബ് ചോദിക്കുകയാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. നമ്മളിങ്ങനെ തൊട്ട് വിളിച്ചുകൊണ്ട്, നമ്മളെ തലോടിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ റബ്ബ് നമ്മളോട് ചോദിക്കുകയാണ് എന്ത്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന സ്വീകരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റുകൾ അത് പൊറുക്കാൻ അല്ലാഹു അല്ലാതെ ആരാണ് ഉള്ളത്? എന്നിട്ട് റബ്ബ് പറയാണ്, സ്വന്തം ദുശ്ചെയ്തികളിൽ അറിഞ്ഞുകൊണ്ടവർ ഉറച്ചു നിൽക്കുകയില്ല. അല്ലെ, നമ്മളെ കുറിച്ചിട്ട് നമുക്കൊരു ബോധമുണ്ട്, എന്ത്? നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ മുസ്ലിങ്ങളാണ്, നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ബോധമാണ്. അപ്പൊ ആ മുസ്ലിങ്ങളെ കുറിച്ച്, ആ വിശ്വാസികളെ കുറിച്ചിട്ട് പഠിച്ചോൻ പറയുന്നതാണ് എന്ത്? സ്വന്തം ചെയ്തികളിൽ, ദുഷ്ടപ്രവൃത്തികളിൽ എന്താവൂല, അറിഞ്ഞുകൊണ്ടവര് ഉറച്ചു നിൽക്കൂല. ഇനി നമ്മൾ നമ്മളോടാ ചോദിക്കേണ്ടത്, നമ്മൾ വിശ്വാസികളാണോ, നമ്മൾ മുസ്ലിങ്ങളാണോ, നമ്മളടുത്ത് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് എങ്കിൽ, അത് മനുഷ്യരുമായിട്ടുള്ള തെറ്റാണ് എങ്കിൽ അവരോട് നമ്മൾ ഏറ്റുപറയുക. എന്നിട്ട് നമ്മൾ
റബ്ബിലേക്ക് തിരിയുക എന്നുള്ളത് വിശ്വാസികളാണ് എങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാകുന്നു. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി റബ്ബ് എന്താണ് തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് എന്താണ്? ഞാൻ എന്തിനാണ് പിന്നെ എന്റെ റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലാൻ മടി കാണിക്കുന്നത്? ഞാൻ എന്തിനാണ് എന്റെ റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലാൻ മടി കാണിക്കുന്നത്? നമ്മളോട് ചോദിക്കുക. നമ്മളിങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ഓടുകയാണ്. എന്തൊരോട്ടാണ് നമ്മള്. നമുക്കെല്ലാം വീട്ടിലാണെങ്കിലും എല്ലായിടങ്ങളിലും എല്ലാ യന്ത്രങ്ങളും ഉണ്ട്, സഹായങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നിട്ട് നമ്മുടെ ഓട്ടത്തിന് ഒരു കുറവുമില്ല. ഈ ഓട്ടത്തിന്റെ ഇടയിൽ സംഭവിക്കുന്ന എന്താണെന്നറിയോ? പലതും ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയേണ്ട അല്ലെങ്കിൽ സമയമെടുത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ റമദാനിലൂടെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും അതിനായിരിക്കണം. അതായത് നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന് സമയം കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബുമായിട്ടുള്ള മുനാജാത്തിലാണ്, ഞാൻ എൻ്റെ റബ്ബുമായിട്ടുള്ള സംഭാഷണത്തിലാണ്. ഈ മുനാജാത്ത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാനുണ്ട്. എൻ്റെ റബ്ബിനോട് എൻ്റെ ചിന്തകള്, എൻ്റെ ചെറിയ തെറ്റുകള്, എൻ്റെ കുറ്റങ്ങള്, എൻ്റെ പാപങ്ങള്, ഇതിനൊക്കെ എന്താണ് എനിക്ക് എൻ്റെ റബ്ബിനോട് പാപമോചനം തേടാനുണ്ട്. അപ്പൊ ഈ തിരക്കിൽ നിന്ന് നമ്മൾ ഒന്ന് മാറി നിന്ന് അള്ളാഹുവിന് കൊടുക്കുന്ന നമ്മൾ ആ ഒരു സമയം എന്താക്കുക, ആ സമയത്തെ അത്രയും അടക്കത്തോടു കൂടി അത്രയും സമയം എടുത്തുകൊണ്ട് ചെയ്യാൻ എന്താക്കുക, നമ്മൾ പരിശീലിക്കുക. അതായത് അവിടെയാണ് നേരത്തെ ചോദിച്ചത്, ഞാൻ എന്തിനാണ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ മടി കാണിക്കുന്നത്? മടി കാണിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്ത്? പാപമോചനം ഉണ്ട് പടച്ചോന്റെ അടുത്ത്, പാപമോചനം ഉണ്ട്. റബ്ബ് എനിക്ക് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു തരും എന്നുള്ളതൊക്കെ നമുക്ക് നല്ലോണം അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മളിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? നമുക്ക് സമയമില്ല. നമുക്ക് ഒന്നിരുന്ന് ദുആ ചെയ്യാൻ, ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ, ഒന്നിരുന്ന് നേരെ ചൊവ്വേ നിസ്കരിക്കാൻ നമുക്ക് എന്തില്ല, സമയം. തിരക്കാണ്, മനസ്സിൽ എപ്പോഴും ധൃതിയാണ്, ഇത് കഴിഞ്ഞിട്ട് എന്തോ ഒന്ന് ചെയ്യാനുണ്ട്. എന്നാൽ ആ ചെയ്യുന്ന പണി വലിയ അസംഭവമായിട്ടുള്ള സംഗതിയൊന്നും ആയിരിക്കൂല. ഈ സംഗതി നമ്മൾ ഈ റമദാൻ മുതൽ എന്താക്കണം, നമ്മളോടൊന്ന് പറയണം. നമ്മൾ നമ്മളെ തന്നെ തോണ്ടി വിളിച്ചിട്ടൊന്ന് പറയാം, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വലിയ പണിയൊന്നുമില്ല. നീ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തൊക്കെ യഥാർത്ഥ രൂപത്തിൽ ചെയ്തിട്ട് ആ നമസ്കാരത്തിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചവനോട് കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് എന്തായാൽ മതി, നീ എഴുന്നേറ്റ് പോയാൽ മതി. ആ അർത്ഥത്തിൽ നമ്മൾ എന്താക്കണം, നമ്മുടെ റബ്ബിലേക്ക് തിരിയണം. നേരത്തെ പറഞ്ഞതുപോലെ തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അതിൽ ആദം അലൈഹി ഇസ്ലാമിന്റെ സംഭവം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ മാതൃക അല്ലെങ്കിൽ തെളിവെന്ന് പറയുന്നത്. ആദം അലൈഹി ഇസ്ലാമിന്റെ സംഭവം എല്ലാവർക്കും അറിയുന്നതാണ്. ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നു, അത് കഴിഞ്ഞ് ഹവ്വാ ബീവിയെ സൃഷ്ടിക്കുന്നു. രണ്ടുപേരെയും സ്വർഗത്തിലാണ് താമസിപ്പിക്കുന്നത്. താമസിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല അവരോട് പറയാണെന്ത്, എല്ലാം അനുഭവിച്ചു, എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചു. ഒരു മരം കാണിച്ചിട്ട് പറഞ്ഞു എന്ത്, ലാ തഖ്റബ, ആ മരത്തോട് അടുക്കാൻ പാടില്ല, ആ മരത്തോട് അടുക്കാൻ പാടില്ല എന്ന ഒറ്റ സംഗതിയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ സ്വർഗത്തിൽ വിട്ടു. അവിടുന്ന് ജീവിച്ചുകൊണ്ടിരിക്കെ ഇബ്ലീസിന്റെ ഇടപെടൽ വരികയാണ്. ഇബ്ലീസിന്റെ ഇടപെടൽ എന്തായിരുന്നു? എന്താണോ അരുത് എന്ന് പറഞ്ഞത്, ഏതിലാണോ സൂക്ഷ്മത പാലിക്കാൻ പറഞ്ഞത്, അവിടെ കയറിയിട്ടാണ് ആരിടപെടുക? ഇബ്ലീസ് ഇടപെട്ടു. എന്തു പറഞ്ഞു? അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ, നീ ആ മരത്തോടടുത്ത് അതിലുള്ള കായ്ക്കനികളൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റും. അങ്ങനെ നിൽക്കാണ്ടിരിക്കാനാണ് അത് ഭക്ഷിക്കേണ്ട പറഞ്ഞത്. അതായത് എന്തെല്ലാമാണോ പറഞ്ഞു കൊടുക്കാൻ പറ്റുക, എന്തൊക്കെയാണോ മനുഷ്യനെ വഴി തെറ്റിക്കാൻ സാധ്യമാകുന്നതൊക്കെ എന്താണ് ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു. അവിടെ ആദം അലൈഹിസ്സലാം എന്താക്കാണ്, അള്ളാഹു തആല പറഞ്ഞതിന്റെ നേരെ വിപരീതം അരുത് എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്നും ഹവ്വാ ബീവിയിൽ നിന്നും വന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ വിചാരിക്കും എന്ത്, ആദം അലൈഹിസ്സലാം അങ്ങനെ ചെയ്തോണ്ടല്ലേ നമ്മളിപ്പോ ഭൂമിയിലായത്. അതങ്ങനെയല്ല. ആദം അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും ഭൂമിയിലേക്കാണ് പടച്ചോൻ സൃഷ്ടിച്ചത്. ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് പറഞ്ഞത് ഭൂമിയിലേക്കാണ്, സ്വർഗത്തിലേക്കല്ല. ആ ഖലീഫ തുടങ്ങുന്നത് എവിടെയാണ്? ആദം അലൈഹിസ്സലാം തൊട്ടിട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം, മനുഷ്യനിൽ എന്തൊക്കെ സംഭവിക്കും, ആ സംഭവിച്ചതിന് ശേഷം മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു മോഡലാണ് എവിടെ നടന്നിരിക്കുന്നത്? സ്വർഗത്തില് അന്ന് നടന്നത്. അതാണ് ഇന്ന്
നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അന്ന് ആദം അലൈഹി ഇസ്ലാമിന് സംഭവിച്ചത് എന്തായിരുന്നു? ഇബ്ലീസ് ആദം അലൈഹി ഇസ്ലാമിന്റെ പിന്നാലെ കൂടുന്നുണ്ട്. നമ്മൾ എത്ര നന്നാവാൻ ശ്രമിക്കുന്നോ ഇന്ന് നമ്മുടെ പിന്നാലെയും ആരുണ്ടായിക്കൊണ്ടിരിക്കും? ഇബ്ലീസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇല്ലേ? ഇബ്ലീസിന്റെ പ്രത്യേകത എന്താണ്? തെറ്റുകളിൽ അങ്ങനെ ആറാടുന്ന ആളുകളുടെ അടുത്തേക്ക് വല്ലാണ്ടൊന്നും പോവില്ല. കാരണം ഓൾറെഡി തെറ്റിലാണ്. ഭയങ്കരായിട്ട് തെറ്റുകളിൽ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ വല്ലാണ്ട് മൈൻഡ് ചെയ്യൂല. ഇബ്ലീസ് എപ്പോഴും ശ്രദ്ധിക്കാരെന്നറിയോ? നമ്മളെ പോലെയുള്ളവരെയാ. അതായത് നന്മ ചെയ്യണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, ആരെ പറ്റിയിട്ടും ദുഷിപ്പൊന്നും വിചാരിക്കരുത്, അസൂയയും കുശുമ്പൊന്നും പാടില്ല, ഒരുപാട് ദാനം ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളുടെ അടുത്തേക്കാണ് ആര് വരിക? ഇബ്ലീസ് വരിക. കാരണം നമ്മൾ അങ്ങനെ നന്മയിലേക്ക് മുന്നേറുക എന്ന് പറയുന്നത് ആർക്ക് സഹിക്കൂല? ഇബ്ലീസിന് സഹിക്കൂല. അപ്പോ പടച്ചോൻ ആദം അലൈഹി ഇസ്ലാമിന്റെ സംഭവത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഭൂമിയിൽ എന്തുണ്ടാവും? മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകം അവസാനിക്കുന്നത് വരെയും ആരിടപെട്ടുകൊണ്ടിരിക്കും? ഇബ്ലീസ് നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മളിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം. ആ തെറ്റുകൾ സംഭവിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും ആദം അലൈഹി ഇസ്ലാമിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെ? അവിടെയാണ് ആദം അലൈഹി ഇസ്ലാമിന് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കുകയാണ് എന്ത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലേ? റബ്ബേ, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി പടച്ചോനെ. നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ, നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്നില്ല എങ്കിൽ പടച്ചോനെ ഞങ്ങള് നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ. ഇത് ആദം അലൈഹി ഇസ്ലാമിലൂടെ നമുക്ക് റബ്ബ് പഠിപ്പിച്ചു തരുന്ന പ്രാർത്ഥനയാണ്. അതായത് തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആ തെറ്റെപ്പോഴാണോ നമ്മൾ മനസ്സിലാക്കുന്നത്, തിരിച്ചറിയുന്നത്, നമ്മൾ റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. സമൂഹത്തിലുള്ള അങ്ങേയറ്റം കുറ്റവാളി, കൊടും കുറ്റവാളിയാണെങ്കിലും ഇനി ഒരു പുണ്യവാളനാണ്, അയാൾക്ക് കുറച്ച് തെറ്റുകൾ പറ്റുന്നുണ്ട് എങ്കിലും പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ എന്താണ്? അള്ളാഹു തആല പുറത്തു തരും. ഇല്ലേ? അവിടെയാണ് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്ന 99 ആളെ കൊന്നതും അങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ചതിന് ചില എനിക്ക് പൊറുക്കലുണ്ടോ, എനിക്ക് പാപമോചനം ഉണ്ടോ എന്ന് അങ്ങനെ തേടി പോയിട്ട് ഒരാൾ പറഞ്ഞു എനിക്കങ്ങനെ പാപമോചനമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാളെയും കൊന്നു. അപ്പൊ 100 അല്ലേ? അപ്പൊ അങ്ങനെ ആ ആളുകൾക്കും എന്തുണ്ട്? പാപമോചനം ഉണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അവിടെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. അതുമല്ലെങ്കിൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട ഒരു മഹത് വ്യക്തിയാണ്. അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? യാ അയ്യുഹന്നാസു തൂബൂ ഇലല്ലാഹ് ഫഇന്നി അതൂബു ഇലൈഹി ഫിൽ യൗമി മിഅത മർറ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവിൻ. ഞാൻ അള്ളാഹുവിലേക്ക് എല്ലാ ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാറുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോ നമ്മൾ എന്താക്കണം? നമ്മുടെ തെറ്റുകൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ പാപമോചന പ്രാർത്ഥന തേടുക. അതായത് നിരന്തരമായിട്ട് നമ്മൾ നമ്മുടെ റബ്ബിനോട് ഈ പാപമോചനം തേടിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ഒന്ന്, നമ്മുടെ മനസ്സിൽ കറ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. തെറ്റിന്റെ ഒരു പ്രത്യേകത അതാണ്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരാളെ ഫോണിൽ വിളിച്ചിട്ട് എന്ന് ഇങ്ങനെ പരദൂഷണം പറയുന്ന ഒരു സ്വഭാവം ഉണ്ട് എങ്കിൽ, നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഏതെങ്കിലും മൂന്നാമതൊരാളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് സംഭവിക്കുന്ന എന്താ അറിയോ? ആദ്യത്തെ ദിവസം വിളിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം, അതായത് വലിയ പ്രശ്നമായിരിക്കും അത്. എങ്ങനെ പറഞ്ഞ ഇവിടെ എന്നെ പറ്റി എന്തെങ്കിലും വിചാരിച്ച കളയോ എന്നൊക്കെയുള്ള ഒരു ധാരണയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ഒരു വലിയ ഭാരത്തോടു കൂടിയായിരിക്കും നമ്മളത് ചെയ്യുക. രണ്ടാമത്തെ ദിവസം എന്താ സംഭവിക്കാന്നറിയോ? അത്ര വലിയ ഭാരമൊന്നും ഉണ്ടാവില്ല. മൂന്നാമത്തെ ദിവസം എന്താ സംഭവിക്കാന്നറിയോ? അത്രയും ഭാരം ഉണ്ടാവില്ല. നാലാമത്തെ ദിവസം ആവുമ്പോഴേക്കും നമുക്ക് പരദൂഷണം പറയുക എന്നുള്ളത് ഭാരമേ അല്ലാതാവും. ഓരോ തെറ്റും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ അങ്ങനല്ലേ? നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒന്നാണ് ലഹരി എന്ന് പറയുന്നത്. അതിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കാന് ഭയങ്കര പേടിയായിരിക്കും, ഭയങ്കര ഭയമായിരിക്കും. പക്ഷെ അത് രണ്ടാമത്തെ ദിവസം ചെയ്യുമ്പോൾ അത് ഇത്തിരി കുറയും. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്താവും?
അങ്ങനെ ഒരു ഭാരമേ അല്ലാത്ത ഒരവസ്ഥ വരും. അതാണ് തെറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തെറ്റുകൾ എന്ത് ചെയ്യരുത്, തെറ്റുകൾ ചെയ്തോ അതിങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കരുത്. അപ്പം ക്ലിയർ ആക്കി വെക്കണം മനസ്സിൽ. പഠിച്ചവനോട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യരുത്, ഞാൻ മനുഷ്യനാണ്, എൻ്റെ അടുത്ത് സംഭവിച്ചു പോയി. അത് റബ്ബിനോട് ഏറ്റു പറയുക. പഠിച്ചോനെ, എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ദുഷിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് റബ്ബേ, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ട് പഠിച്ചോനെ എന്ന് പഠിച്ചവനോട് എന്താക്കുക, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. രണ്ടാമത്തെ സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ തെറ്റുകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നമുക്ക് മരണം സംഭവിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് മരണം സംഭവിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക, അങ്ങനെ കറ പുരണ്ട ഹൃദയത്തോടു കൂടിയായിരിക്കും നമ്മുടെ മരണം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പഠിച്ചവന്റെ അടുത്തേക്ക് ചെല്ലുന്നത് ആ പറഞ്ഞിരിക്കുന്ന കറ പുരണ്ട മനസ്സോടുകൂടിയായിരിക്കും. അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മരണമാസന്നമായാൽ മനുഷ്യൻ യാചിക്കും. മരണത്തിന്റെ മലക്കിനോടാ പറയുന്നത്, ഒരു ദിവസമെങ്കിലും എനിക്ക് കൂട്ടിത്തരൂ, ഒന്ന് പശ്ചാത്തപിക്കാനാണ്, ഒന്ന് പശ്ചാത്തപിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എനിക്ക് കൂട്ടിത്തരൂ. മലക്ക് പറയുന്നത്, നിന്റെ ദിവസങ്ങളെല്ലാം നീ നഷ്ടപ്പെടുത്തി, ഇനി ഒറ്റ ദിവസവും നിനക്ക് ബാക്കിയില്ല. എന്നാ പിന്നെ ഒരു മണിക്കൂറെങ്കിലും എനിക്ക് തരുമോ, ഞാൻ ഒന്ന് പഠിച്ചവനോട് പശ്ചാത്തപിച്ചോട്ടെ, ഞാൻ ഒരു സൽക്കർമ്മം ഞാൻ ചെയ്തോട്ടെ. അപ്പോഴും പറയുന്നത്, ഇല്ല, നിന്റെ എല്ലാ മണിക്കൂറുകളും കഴിഞ്ഞു, ഒറ്റ മണിക്കൂർ പോലും ബാക്കിയില്ല. ആ സമയത്ത് എന്താവും, നമുക്കുള്ള തൗബയുടെ വാതിലടയും. പിന്നെ വരുന്നത് എന്താണ്, നമ്മുടെ തൊണ്ടയിൽ നിന്ന് വരുന്നത് മരണത്തിന്റെ ഒരു രോദനമായിരിക്കും. അതോടുകൂടി എന്താണ്, അന്ത്യശ്വാസം വലിക്കുകയും ചെയ്യുന്നു. അത് തെറ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൂട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ ഒരു റമദാനിലൂടെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇസ്തിഗ്ഫാർ എന്നുള്ളത്, അല്ലെങ്കിൽ പാപമോചനം എന്നുള്ളത് നമ്മുടെ കൂടെ കൊണ്ട് നടത്തുക. അതായത് രാവും പകലും നമ്മൾ എന്താക്കുക, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഏറ്റവും നല്ല സമയം എന്നുള്ളത് രാത്രിയാണ്. റമദാൻ മാസം എന്ന് പറയുമ്പോൾ രാത്രിയാണ്. ആ രാത്രിയിൽ അധികരിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിലും അതിലൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് വ്യാപൃതരായി പോകുന്നതിന് പകരം അങ്ങേയറ്റം സമയം കൊടുത്തുകൊണ്ട് നമ്മൾ മറ്റ് പല പണികളിലും ഏർപ്പെടുന്നതിന് പകരം നമ്മൾ എന്താക്കുക, എല്ലാ സമയങ്ങളിലും ഇസ്തിഗ്ഫാർ, അതായത് ആദ്യത്തെ ഹദീസ് ഓർമ്മിക്കുക. നമ്മൾ റമദാനിൽ ജീവിച്ചിരിപ്പുണ്ടായിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാൻ സാധിക്കാത്തവനെ ശപിക്കുകയാണ് ചെയ്യുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം. അതിന് മറുപ്രാർത്ഥന, അതായത് പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നുള്ളതാണ് ആര് പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ ഒരു സംഗതി നമ്മൾ എന്താക്കുക, നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത്, റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ തിരിയും. പ്രത്യേകിച്ച് ഈ സ്മാർട്ട് ഫോണൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ തിരിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട എന്താ അറിയോ, നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു മാസേ ഉള്ളൂ, ഒരു മാസേ ഉള്ളൂ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പൊ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ഇതങ്ങ് തീരും. ഒരു മാസേ ഉള്ളൂ, ഒരു മാസേ ഉള്ളൂ, എനിക്കിനി സമയമില്ല, എനിക്കിനി സമയമില്ല. അത് നമ്മൾ നമ്മളോട് എന്താക്കുക, നമുക്ക് ഫോൺ എടുത്ത് കളിക്കാൻ തോന്നുമ്പോ, അല്ലെങ്കിൽ ടെലിവിഷൻ കാണാൻ തോന്നുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്റർടൈൻമെന്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനൊക്കെ തോന്നുമ്പോ, അപ്പൊ നമ്മൾ നമ്മളോട് പറയുന്നത്, ഇനി എനിക്ക് ഒരു മാസേ ഉള്ളൂ, വളരെ കുറഞ്ഞ ദിവസമാണ്. ഒരു മാസം എന്നൊക്കെ പറയാന് വളരെ കുറഞ്ഞ സമയമാണ്, അതിപ്പൊ അങ്ങ് തീരും എന്നുള്ളത് നമ്മൾ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ പശ്ചാത്താപം തേടുന്നതോടുകൂടി നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാല്, നമ്മൾ പ്രൊഡക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. അതായത് ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റ് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ തെറ്റിനോടനുബന്ധിച്ച് നമ്മളൊരു നന്മ ചെയ്യുക എന്നതാണ്. അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്താക്കുക, പെട്ടെന്ന് തന്നെ ഒരു നന്മ ചെയ്യുക. അങ്ങനെ നന്മ ചെയ്യുന്നതോടുകൂടി നമ്മൾ എന്താകുന്നു, പ്രൊഡക്റ്റീവ് ആകുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ കൂടെ പടച്ചോൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്, നമ്മൾ പാപമോചന പ്രാർത്ഥന നടത്തി നമ്മൾ എന്താക്കുന്നു, ഒരു സൽക്കർമ്മം പ്രവർത്തിക്കുന്നു. അതോടുകൂടി എന്താണ്, നമ്മൾ എന്താണോ ചെയ്ത തെറ്റ്, ആ തെറ്റ് എന്തായി മാറുന്നു, നന്മയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഈ ഒരു പരിശുദ്ധ റമദാനിനെ, ആ റമദാനിലേക്ക് നമ്മളെ എത്തിക്കുകയും ആ റമദാനിനെ അതിന്റെ എല്ലാ ഭംഗിയോടും കൂടി
എന്തൊക്കെ ഗുണങ്ങളാണോ, എന്തൊക്കെ നന്മകളാണോ, എന്തൊക്കെ വിഭവങ്ങളാണോ അള്ളാഹു തആല ആ റമദാനിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞു തന്നിട്ടുള്ളത്, ആ വിഭവങ്ങളൊക്കെയും അതേപോലെ ഉൾക്കൊള്ളുവാൻ, അനുഭവിക്കുവാൻ അള്ളാഹു തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.